ഹലോ ഫ്രണ്ട്സ്. ഇന്ന് ഒരുപാട് ആളുകളിൽ കണ്ടുവരുന്ന ഒരു അവസ്ഥയാണ് ഉയർന്നു നിൽക്കുന്ന യൂറിക് ആസിഡ്. ആളുകൾ പറയും അവർ മരുന്ന് കഴിക്കുമ്പോൾ യൂറിക് ആസിഡിന്റെ അളവ് കുറയും, എന്നാലും മരുന്ന് നിർത്തി കഴിയുമ്പോൾ വീണ്ടും യൂറിക് ആസിഡ് വീണ്ടും പഴയ രീതിയിലാവും. അപ്പോൾ അവര് യൂറിക് ആസിഡ് ഉണ്ടാകുമ്പോൾ ആളുകൾ അവർ കറക്റ്റായിട്ട് മരുന്നുകൾ കഴിക്കുന്നു, പക്ഷെ എന്നാൽ അവർ ഭക്ഷണത്തിൽ വേണ്ട ക്രമീകരണങ്ങളും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് മരുന്ന് നിർത്തി കഴിയുമ്പോൾ വീണ്ടും യൂറിക് ആസിഡ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ എന്താണ് യൂറിക് ആസിഡ് എന്നും അപ്പോൾ എന്തുകൊണ്ടാണ് യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ബ്ലഡിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നതെന്നും അപ്പോൾ എന്തൊക്കെ ഭക്ഷണം കഴിക്കുമ്പോഴാണ് യൂറിക് ആസിഡ് കൂടുന്നതെന്നും അതുപോലെ തന്നെ യൂറിക് ആസിഡ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഒഴിവാക്കേണ്ടതെന്നും അതുപോലെ തന്നെ യൂറിക് ആസിഡ് എങ്ങനെ നമുക്ക് വീടുകളിൽ നമുക്ക് മാനേജ് ചെയ്യാം എന്നതിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ ജെസിയോസ്, മെഡിക്കൽ ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, രാജകുമാരി. അപ്പോൾ എന്താണ് യൂറിക് ആസിഡ്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും അതുപോലെ തന്നെ നമ്മുടെ ശരീരകോശങ്ങളിലുമുള്ള പ്രോട്ടീൻ വിഘടിച്ചുണ്ടാകുന്ന പ്യൂരിൻ എന്ന ഘടകം ശരീരത്തിന്റെ തന്നെ ചില രാസപ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ഉണ്ടാക്കുന്നതാണ് യൂറിക് ആസിഡ്. ഈ യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ നിന്നും ശരീരത്തിൽ ഉണ്ടാകുന്ന യൂറിക് ആസിഡിന്റെ ഒരു 2/3 മൂത്രത്തിലൂടെയും 1/3 മലത്തിലൂടെയും ശരീരത്തിന് പുറത്തേക്ക് പോകുന്നു. കിഡ്നിയാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഈ യൂറിക് ആസിഡിനെ മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ ക്രമീകരിച്ച് നിർത്തുന്നത്. അപ്പോൾ ഈ കിഡ്നിക്ക് ഉണ്ടാകുന്ന എന്തെങ്കിലും തകരാറ് മൂലമോ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ പ്രോട്ടീന്റെ അളവ് കൂടുന്ന മൂലമാണ് യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ കൂടി വരുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡ് കൂടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് റെഡ് മീറ്റിന്റെ ഉപയോഗം. റെഡ് മീറ്റ് അല്ലെങ്കിൽ ചുവന്ന ഇറച്ചിയുടെ ഉപയോഗം. നമ്മൾ കഴിക്കുന്ന ബീഫ്, മട്ടൺ, പോർക്ക്, താറാവ് പോലെയുള്ള റെഡ് മീറ്റുകളുടെ സ്ഥിരമായിട്ടുള്ള ഉപയോഗം യൂറിക് ആസിഡ് വർദ്ധിപ്പിക്കുക. രണ്ടാമതായിട്ട് ഓർഗൻ മീറ്റ്സ്. നമ്മൾ കഴിക്കുന്ന കോഴിയുടെയോ അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളുടെയൊക്കെ തലച്ചോറ് അല്ലെങ്കിൽ കരള്, ഹൃദയം ഇതൊക്കെ കറി വെച്ച് കഴിക്കുന്നത് യൂറിക് ആസിഡ് അളവ് വർദ്ധിപ്പിക്കും. മൂന്നാമതായിട്ട് സമുദ്ര ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ മത്സ്യബന്ധപ്പെട്ട കണവ, കൊഞ്ച്, കക്ക, അതുപോലെ തന്നെ ഞണ്ട് ഇവയുടെയൊക്കെ ഉപയോഗം യൂറിക് ആസിഡ് വർദ്ധിപ്പിക്കും. നാലാമതായിട്ട് മദ്യപാനം. അപ്പോൾ സ്ഥിരമായിട്ട് മദ്യം കഴിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് ബീർ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളുകൾക്ക് യൂറിക് ആസിഡ് ഉയർന്നു നിൽക്കും. അഞ്ചാമതായിട്ട് ഫൈബർലെസ് ആയിട്ടുള്ള ഡയറ്റ്, ഫൈബർലെസ് കാർബോഹൈഡ്രേറ്റിന്റെ ഡയറ്റ്, അതായത് നാരുകൾ ഇല്ലാത്ത ഭക്ഷണം കഴിക്കുന്നത്, പ്രത്യേകിച്ച് വെള്ളയരി അതുപോലെ തന്നെ ജ്യൂസുകളൊക്കെ ധാരാളം കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ യൂറിക് ആസിഡിന്റെ അളവിനെ വർദ്ധിപ്പിക്കും. ആറാമതായിട്ട് ഈസ്റ്റിന്റെ ഉപയോഗം. നമുക്കറിയാം നമ്മുടെ വീടുകളിലൊക്കെ സ്ഥിരമായിട്ട് അപ്പം പൊടിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഈസ്റ്റ് ചേർത്താണ് അപ്പം പൊടിപ്പിക്കുന്നത്. അപ്പൊ ഈ ഈസ്റ്റ് ഉപയോഗിച്ചുള്ള ഭക്ഷണങ്ങളുടെയൊക്കെ സ്ഥിരമായിട്ടുള്ള ഉപയോഗം ശരീരത്തിൽ യൂറിക് ആസിഡിന്റെ വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ നമ്മൾ ബേക്കറിയിൽ നിന്ന് മേടിക്കുന്ന ബ്രെഡ്, പിസ്സ, ബർഗർ ഇവയൊക്കെ ഈസ്റ്റ് ചേർത്താണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇവയുടെയൊക്കെ സ്ഥിരമായിട്ടുള്ള ഉപയോഗം യൂറിക് ആസിഡ് വർദ്ധിപ്പിക്കും. ഏഴാമതായിട്ട് ഗ്ലൂട്ടൻ അലർജി ഉള്ളവർ, അതായത് നമ്മൾ കഴിക്കുന്ന ഗോതമ്പിലും ബാർലിയിലും ഒക്കെയുള്ള ഒരു പ്രോട്ടീനാണ് ഗ്ലൂട്ടൻ. അപ്പൊ ഈ ഗ്ലൂട്ടൻ അലർജി ഉള്ളവരിൽ യൂറിക് ആസിഡിന്റെ അളവ് കൂടുതലായിട്ട് കാണപ്പെടും. അതുപോലെ തന്നെ എട്ടാമതായിട്ടാണ് ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ്. അത് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്ന സ്വീറ്റ്സിൽ അല്ലെങ്കിൽ ഐസ്ക്രീമിലൊക്കെ ഈ മധുരത്തിന് വേണ്ടി ചേർക്കുന്ന, അതായത് ഷുഗറിന് വേണ്ടി ചേർക്കുന്ന ഇതാണ് ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ്. അപ്പോൾ ഈ നമ്മൾ മേടിക്കുന്ന സ്വീറ്റ്സിന്റെയോ അല്ലെങ്കിൽ അതിന്റെ കവറിൽ നോക്കിയാൽ അറിയാം, ഇതിന്റെ ഇൻഗ്രീഡിയൻസിനകത്ത് ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് അടങ്ങിയിരിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ സ്വീറ്റ്സ് കഴിക്കുന്നതിൽ യൂറിക് ആസിഡ് കൂടുതലായിട്ട് കണ്ടുവരുന്നു. അമിതമായിട്ട് വണ്ണമുള്ള ആളുകളിലൊക്കെ യൂറിക് ആസിഡ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് വ്യായാമം ഇല്ലാത്തവര്, അതുപോലെ പ്രീ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകളുടെയൊക്കെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഇൻസുലിൻ അളവ് കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ യൂറിക് ആസിഡ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഉറക്കക്കുറവുള്ള ആളുകൾ, അമിതമായിട്ട് സ്ട്രെസ്, സ്ട്രെയിൻ ഒക്കെ ഉള്ള ആളുകളിലൊക്കെ യൂറിക് ആസിഡ് വളരെയധികം കൂടി വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ക്യാൻസർ, ലുക്കീമിയ തുടങ്ങിയ രോഗങ്ങളുടെയൊക്കെ പ്രതിപ്രവർത്തന ഫലമായിട്ടും, ഇപ്പൊ ക്യാൻസർ ഒക്കെ വന്ന ആളുകൾ ഈ കീമോതെറാപ്പി ഒക്കെ ചെയ്ത ശേഷം അവരിലൊക്കെ ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ പല ആളുകളിലും യൂറിക് ആസിഡ് കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ പ്രവർത്തനം കുറയുക, പാരാതൈറോയ്ഡ് ഗ്ലാൻഡിന്റെ പ്രവർത്തനം കൂടുതലായിട്ട് വരിക, അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന അവസ്ഥയിലൊക്കെ യൂറിക് ആസിഡ് കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ഡയോറിറ്റിക്സ് ഉപയോഗിക്കുന്നവർ, അമിതമായിട്ട് ഡയോറിറ്റിക്സ് ഉപയോഗിക്കുക, അതുപോലെ തന്നെ നമ്മുടെ ഈ ബ്ലഡിൽ കൊഴുപ്പിന്റെ അളവ് കൂടുതലായിട്ട് ഉണ്ടാവുക, അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്നവരിലൊക്കെ ധാരാളം യൂറിക് ആസിഡിന്റെ അളവ് കൂടുതലായിട്ട് കാണപ്പെടുന്നു. യൂറിക് ആസിഡ് നമ്മുടെ രക്തത്തിലെ കൂടുതലായി കഴിഞ്ഞാൽ, ശരീരത്തിൽ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്. ഒന്നാമതായിട്ട് ഈ യൂറിക് ആസിഡ് ശരീരത്തിൽ കൂടുന്നതിന് അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡിൽ കൂടുന്നതിന് ഹൈപ്പർ യൂറീമിയ എന്നാണ് പറയുന്നത്. ഈ യൂറിക് ആസിഡ് നമ്മുടെ ബ്ലഡിൽ കൂടിയ ശേഷം അത് ഇച്ചിരി ക്രിസ്റ്റൽസ് ആയിട്ട് ഫോം ചെയ്ത് നമ്മുടെ ജോയിന്റുകളൊക്കെ അടിഞ്ഞുകൂടും. പ്രത്യേകിച്ച് കാലുകളുടെയൊക്കെ ജോയിന്റുകൾ, പ്രത്യേകിച്ച് കാലുകളുടെ തള്ളവിരലിന്റെയൊക്കെ ജോയിന്റിലൊക്കെ അടിഞ്ഞുകൂടി അവിടെ വേദനയും നീർക്കെട്ടൊക്കെ ഉണ്ടാവും. ഈ കണ്ടീഷനാണ് നമ്മൾ ഗൗട്ട് എന്ന് പറയുക. അപ്പം പിന്നീട് അത് ഗ്രാജുവലി മറ്റ് ജോയിന്റുകളിലൊക്കെ വ്യാപിച്ച് അവിടെ വേദനയും നീർക്കെട്ടൊക്കെ ഉണ്ടാവും.
രണ്ടാമത്തെ കോംപ്ലിക്കേഷൻ ആണ് ഈ യൂറിക് ആസിഡ് ഈ കിഡ്നിയിൽ അടിഞ്ഞുകൂടി അവിടെ യൂറിക് ആസിഡ് സ്റ്റോൺ അല്ലെങ്കിൽ കിഡ്നി മൂത്രത്തിക്കെല്ലാം ഉണ്ടാവും. മൂന്നാമത്തെ കോംപ്ലിക്കേഷൻ ആണ് നമ്മുടെ രക്തക്കുഴലുകളിലേക്ക് ലൈനിങ് നശിപ്പിക്കും. ലൈനിങ് നശിപ്പിച്ച് പിന്നീട് അവർക്ക് അറ്റാക്ക്, സ്ട്രോക്ക് തുടങ്ങിയ കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നാലാമത്തതാണ് ഈ കിഡ്നിയിൽ അടിഞ്ഞുകൂടുന്ന യൂറിക് ആസിഡ് കിഡ്നിക്ക് കൂടുതൽ സ്ട്രെയിൻ ഉണ്ടാക്കും. അപ്പോൾ ഈ സ്ട്രെയിൻ തലഫലമായിട്ട് ഈ കിഡ്നി നമ്മൾ ഇങ്ങനെ സ്ട്രെയിൻ ഉള്ള ആളുകളിലൊക്കെ ആണെങ്കിൽ അവർ മൂത്രം ഒഴിക്കുമ്പോൾ മൂത്രത്തിൽ പത പോലെ കാണപ്പെടും. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പിന്നീട് പല പല കിഡ്നി രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. യൂറിക് ആസിഡ് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കുറയ്ക്കാനുള്ള പരിഹാര മാർഗങ്ങൾ, അത് പ്രധാനമായിട്ടും വ്യായാമം തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നമുക്ക് സ്ഥിരമായിട്ടുള്ള വ്യായാമം വഴി നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ നമ്മുടെ മസിലുകളൊക്കെ കൂടുതൽ അനക്കം കിട്ടുകയും അപ്പൊ കൂടുതലായിട്ട് യൂറിക് ആസിഡ് പുറത്തേക്ക് പോകാൻ സഹായിക്കുകയും ചെയ്യും. രണ്ടാമതായിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ ശരീരത്തിന് യൂറിക് ആസിഡ് വർദ്ധിപ്പിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക. മൂന്നാമതായിട്ട് ധാരാളം വെള്ളം കുടിക്കുക. ദിവസം ഒരു 2 മുതൽ 3 ലിറ്റർ വരെ വെള്ളം കുടിക്കുക. അപ്പൊ ധാരാളം വെള്ളം കുടിക്കുന്ന വഴി ധാരാളം യൂറിൻ പുറത്തേക്ക് പോകും. അപ്പൊ അതുവഴി ധാരാളം യൂറിക് ആസിഡ് പുറത്തേക്ക് പോകും. അതുപോലെ തന്നെ നാലാമതായിട്ട് ഉറക്കക്കുറവുള്ള ആളുകളിലേക്ക് കറക്റ്റായിട്ട് ദിവസം ഒരു മിനിമം 8 മണിക്കൂറെങ്കിലും ഉറങ്ങുക. യൂറിക് ആസിഡ് കൂടുതലായിട്ട് ഉള്ള ആളുകൾക്ക് അത് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് വീടുകളിൽ തന്നെ ചെയ്ത് നോക്കാവുന്ന നാച്ചുറൽ ഒറ്റമൂലികൾ ഉണ്ടാക്കാൻ നോക്കാം. അതിൽ പ്രധാനമായിട്ടുള്ളത് ഇഞ്ചി, മഞ്ഞള്, കറുവപ്പട്ട, കുരുമുളക് കോംബോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കഷ്ണം പച്ചമഞ്ഞൾ എടുക്കുക, ഒരു കഷ്ണം ഇഞ്ചി എടുക്കുക, അതുപോലെ തന്നെ ഒരു കുരുമുളക്, അതുപോലെ തന്നെ കറുവപ്പട്ട എടുക്കുക. കറുവപ്പട്ട സിലോൺ കറുവപ്പട്ട എടുക്കുക, ഒരു കഷ്ണം സിലോൺ കറുവപ്പട്ട എടുക്കുക. ഇത് 4 കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ചതയ്ക്കുക. ചതച്ച ശേഷം ഇതൊരു 3 ഗ്ലാസ് വെള്ളത്തിനകത്തേക്ക് ഇത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം ഇത് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തിളപ്പിക്കുക. ഈ 3 ഗ്ലാസ് വെള്ളം എന്നുള്ളത് 2 ഗ്ലാസ് ആവുന്നത് വരെ നന്നായിട്ട് തിളപ്പിക്കുക. തിളപ്പിച്ച് ആറിയ ശേഷം ഇതെടുത്ത് ദിവസവും പ്രാതലിന് ശേഷം അല്ലെങ്കിൽ രാവിലെ ഭക്ഷണത്തിന് ശേഷം കഴിക്കാവുന്നതാണ്. അങ്ങനെ ഒരാഴ്ച മുതൽ 2 ആഴ്ച വരെ കഴിച്ച ശേഷം നമുക്ക് നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ യൂറിക് ആസിഡ് അളവ് വളരെയധികം കുറഞ്ഞിരിക്കുന്നതായിട്ട് കാണാം. രണ്ടാമതായിട്ട് ഒരു കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ സിലോൺ കറുവപ്പട്ടയും നമ്മുടെ വീട്ടിൽ തന്നെ സുലഭമായിട്ട് ലഭിക്കുന്ന കപ്പളങ്ങ അല്ലെങ്കിൽ പപ്പായ, ചെറിയൊരു പീസ് പപ്പായ എടുത്ത ശേഷം ചെറിയ പീസുകളായിട്ട് അരിഞ്ഞ ശേഷം ഈ ഇഞ്ചിയും സിലോൺ കറുവപ്പട്ടയും ഈ കപ്പളങ്ങയോട് ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുക. തിളപ്പിച്ച ശേഷം അതിന് ലഭിക്കുന്ന വെള്ളം ദിവസം 2 നേരം കഴിക്കുന്നത് നല്ലതാണ്. യൂറിക് ആസിഡ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ, അത് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് പൈനാപ്പിളാണ്. ആ പൈനാപ്പിൾ കഴിക്കുമ്പോൾ അതിലധികം പഴുക്കാത്ത പൈനാപ്പിൾ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ പൈനാപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ബ്രോമലിൻ എന്ന് പറയുന്ന ആന്റി ഓക്സിഡന്റ് യൂറിക് ആസിഡ് കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ നെല്ലിക്ക, ദിവസവും ഒരു നെല്ലിക്ക കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ സ്ട്രോബെറി കഴിക്കുന്നത് യൂറിക് ആസിഡ് കുറയാൻ സഹായിക്കും. അതുപോലെ തന്നെ ചെറി എന്ന് പറയുമ്പോൾ നമുക്ക് ബേക്കറികളിൽ നിന്ന് ലഭിക്കുന്ന ചെറിയല്ല, നമ്മുടെ വീടുകളിലൊക്കെയുള്ള സാധാ ചെറി. ഈ ചെറികളിലുള്ള ആന്തോസയാനുകൾ വളരെയധികം ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. അതുപോലെ തന്നെ ആപ്പിൾ, ദിവസവും ഒരു ആപ്പിൾ കഴിക്കുന്നത് നല്ലതാണ്. കാരണം ആപ്പിളിലുള്ള മാലിക് ആസിഡ് യൂറിക് ആസിഡ് കുറയാൻ സഹായിക്കും. അപ്പൊ ഇങ്ങനെ യൂറിക് ആസിഡ് ഒക്കെ ഉള്ള ആളുകൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, കാരണം അവരുടെ ഡയറ്റിൽ പ്രത്യേകിച്ച് ദിവസത്തിൽ ഒരു നേരമെങ്കിലും അത് ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് അവർ അത്താഴത്തിന് മറ്റു ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കി ഫ്രൂട്ട്സ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒരു നേരം കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ അവരുടെ ഭക്ഷണത്തിലൊക്കെ ഒലിവ് ഓയിൽ ചേർക്കുന്ന, ഒലിവ് ഓയിൽ വളരെ പോഷക ഗുണമുള്ള ഒരു ഓയിലാണ്. അത് പ്രത്യേകിച്ച് നമ്മുടെ ഹൃദയ രോഗങ്ങളിലൊക്കെ തടയാൻ വേണ്ടി സഹായിക്കും. അതുകൊണ്ട് ഒലിവ് ഓയിൽ നമ്മൾ ഭക്ഷണം ചേർക്കുന്നത് യൂറിക് ആസിഡിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.